മിനിയാന്ന് രാത്രി എടാ കുണ്ടെന്ന് വിളിക്കല്ലടാ, സത്യമായിട്ട് വിളിക്കല്ലടാ. അത് ഞാൻ ചെയ്യാത്ത കാര്യടാ. ഓൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആക്കിയെടുത്ത് ഇതാടാ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചു തരണ്ടേ, മനസ്സിലായോ? ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്നെ പിടിക്കുന്ന വരെ ഞാൻ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഒരു ലൈവ് ഉണ്ടാവും. ഒന്നിക്ക് ഇപ്പോൾ പിടിക്കും, അല്ലെങ്കിൽ നാളെ പിടിക്കും, എപ്പാന്നറിയില്ല. പിടിക്കുന്ന വരെ ലൈവിൽ തന്നെ പിടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, മനസ്സിലായോ? ഇതിലാണല്ലോ ഇതെല്ലാം ഇതായത്. അപ്പം ഇതിൽ തന്നെ തീരട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ എന്തായാലും പിടിക്കും, അതെനിക്ക് ഉറപ്പാ. ഡബ്ല്യു ഷമീർ ഫോർ ഷോയിങ് തൊപ്പി റിയൽ ഫേസ്. എടാ അതിന് എന്നിട്ട് അനക്കെന്താടാ കിട്ടിയത്? അനക്കെന്താ കിട്ടിയത്? എനിക്ക് മെൻ്റൽ ഇതോ? മിനിയാന്ന് രാത്രി പോലീസുകാർ വന്നെന്ന് പറയും. മിനിയാന്ന് രാത്രി എന്തോ ഒരു ന്യൂസ് കണ്ടിട്ട് ഞാൻ കാണുന്ന എന്താ അറിയോ? ഞാൻ ഒരു 3-4 ദിവസമായിട്ട് അതിന് മുമ്പ് ഉറങ്ങിയിട്ടില്ല. കാരണം ഉറങ്ങാൻ പറ്റൂലല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ പെട്ടെന്നുണ്ട് കാലിൽ കണ്ണുനീര് ഉറ്റുന്നു. ആരത്? ജാസീൻ്റെ കണ്ണീരുറ്റുന്ന അങ്ങനെ ഞാൻ എണീക്കുന്നത്, മനസ്സിലായോ? എല്ലാവരും പോയി മനസ്സിലായോ? എല്ലാവരും ഓടി. ഈവനും കൊണ്ട് ഉള്ള എല്ലാവരും ഓടി, മനസ്സിലായോ? ഞാനും ഓടി, മമ്മു ഓടി, ജാസ് ഓടി, എല്ലാവരും ഓടി. കാരണം അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിട്ടിട്ട് നമ്മളെ ഇതിൻ്റെ ഇതാക്കിയിട്ട് ബാക്കി എല്ലാവരും ഒരാളെ പിടിച്ചിട്ട് നമ്മളാന്ന് പ്രതികൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഈ പറഞ്ഞ എക്സ്പോസ് ചെയ്ത അവരെല്ലാം പൈസയും ഉണ്ട്, അവരെല്ലാം വേണ്ട ഇൻഫ്ലുവൻസും ഉണ്ട്, ഇതുകൊണ്ട്. അതുകൊണ്ട് അവരെ ഇതിലിതാക്കും. നമുക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പം വേണമെങ്കിലും പിടിയുക, എപ്പം വേണമെങ്കിലും. ഒന്നിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തായാലും പിടിക്കും, അത് ഉറപ്പാ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് പോയി കിട്ടി. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് കാര്യം. നമ്മൾ ഈ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചേട്ടാ, ഞാൻ പറഞ്ഞതിലൊന്നും ഒന്നും തെറ്റില്ലടാ. അവൻ ആ നാറി ഇല്ലാത്തൊരു വീഡിയോ എടുത്ത് ഇട്ടല്ലോ അവന്. ഞാൻ അവൻ്റെ ഇട്ട ഒന്നും ഫേക്കല്ല, മനസ്സിലായോ? ആ നാറി ഇല്ലാത്തൊരു വീഡിയോ, അതായത് ശരിയാന്ന്, ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ആ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഈ മമ്മു എന്ന് പറയുന്ന നാറി ഇങ്ങനെ എന്താ തുടരും പിടിക്കാനും വേണ്ടി ഇങ്ങനെ വന്നു. അതുപോലെ അങ്ങനെ കൺവേർട്ട് ചെയ്തു, മനസ്സിലായോ? നന്മവരം കളിച്ചവൻ കൺവേർട്ട് ചെയ്തു. എന്താടാ എനിക്ക് നോക്കാൻ പറ്റുന്നില്ലടാ, എന്താടാ? ഇത് കോംപ്രമൈസ് ബ്രോ വിത്ത് തൊപ്പി. എന്തിനാടാ കോംപ്രമൈസ് ചെയ്യണ്ടേ? അപ്പൊ സത്യം പറഞ്ഞതിൽ കോംപ്രമൈസ് ചെയ്യണോ? സത്യം പറഞ്ഞതിൽ കോംപ്രമൈസ് ചെയ്യണം എന്നാണോ പറയുന്നത്? അങ്ങനെയാണ്. അങ്ങനെ ഇത്ര ഇതാക്കിയിട്ട് ഇനി ഞാൻ കോംപ്രമൈസ് ചെയ്യണമെന്നോ? ഇല്ലടാ, കോംപ്രമൈസും ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞതിലോ ഞാൻ ചെയ്തതിലോ ഇന്നും ഒരു തെറ്റും തോന്നുന്നില്ല. ഞാൻ ചെയ്തത് കറക്റ്റ് തന്നെയാണ്. ഞാൻ കാണിച്ചത് റിയൽ ഫേസ് തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് ആയിരിക്കും അധികം ആൾക്കാരിലേക്ക് ഈ ലൈവ് എത്തിക്കാണ്ടിരിക്കും. അതായത് ഞാൻ സ്റ്റോറിയോ ഒരു ലൊട്ടി വിടാണ്ട് ഞാൻ വന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ ഇത് ആരും അറിയിക്കാണ്ടിരിക്കുക, ലൈവുള്ള ആരും അറിയാണ്ടിരിക്കുക, ആരും അധികം വരാണ്ടിരിക്കുക. ആ ഒരു ഉപകാരം ചെയ്തു തന്നാൽ മതി. ജാസും അമ്മോ എവിടെ? അവരെല്ലാം ഓടി, മനസ്സിലായോ? മനസ്സിലായോ? എല്ലാവരും പോയി. ഇതിപ്പോൾ ഡ്രഗ് ടെസ്റ്റ് എല്ലാം നടത്തി ബ്രോ. അതിൻ്റെ റിസൾട്ട് വാങ്ങാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, മനസ്സിലായോ? എന്താണെന്നൊന്നും അറിയില്ല. അതിനിപ്പോൾ എന്ത് പറ്റും? എക്സൽ ന്യൂ GTA ഒക്കെ എങ്ങനെ ചെയ്യടാ? ജീവിതം നാട് വിട്, ഫൈൻഡ് പീസ്. ഏടെ നാട് വിട്ടാൻ ഈ പറയുന്നത്? ഏടെ നാട് വിട്ടാലും പൊക്കുവടാ, എന്തായാലും പൊക്കും, മനസ്സിലായോ? എവിടെ നാട് വിട്ടാലും പൊക്കും. ഒറ്റപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ട് ഒറ്റപ്പെട്ടു മോനെ. പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടായിരിക്കും.
കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല, എന്താന്നൊന്നും അറിയില്ല. കുറേ ന്യൂസ് ഉണ്ട്, ഇതുണ്ട് എന്നെല്ലാം അറിയാം, വേറെ ഒന്നും അറിയില്ല. ഒന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല. കാരണം എന്തെങ്കിലും അറിയുമ്പോൾ പേടിയും ഇതും വന്ന് ആത്മഹത്യ ചെയ്യാനാ തോന്നുന്നു. ആദ്യം വരുന്ന ചിന്ത പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാ. കാരണം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലോ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ബാക്കിയുള്ള ഇത് നോക്കുമല്ലോ. അങ്ങനെയും ചിന്തിച്ച് അങ്ങനെയും ചിന്തിച്ച് എന്തിനാ മമ്മുവിൻ്റെ മുമ്പിൽ വെച്ച് ഇതാക്കിയെന്നാടാ. ഞാൻ ഒരു കാര്യം പറയട്ടെടാ, നമ്മളെല്ലാവരും ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാത്റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ മനസ്സിലായി അങ്ങനെ എന്താടാ എനിക്ക് ഇതൊന്നും പറയാൻ പോലും പറ്റുന്നില്ലടാ. എടാ അതെല്ലാം നമ്മൾ അത്രയും പ്രൈവറ്റ് ആയിട്ട് ഇതാക്കുന്നില്ല. അതൊന്നും ഈ പറഞ്ഞ പോലെ ഇവന്മാരിങ്ങനെ ചെയ്യുമെന്ന് അറിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനും ബാക്കിയുള്ള ഇവന്മാരെ സത്യങ്ങൾ ഞാൻ പൊളിച്ചിട്ട് ഇവന്മാർ ഇത് നന്മമാരും കളിച്ച് ജനങ്ങളെയും പറ്റിച്ചിട്ട് നിങ്ങളെയും മണ്ടന്മാരാക്കി ഇതാക്കാന്നാന്ന് വിചാരിച്ചത്. ഞാൻ ഇതിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്നെ അങ്ങനെ തന്നെ വിചാരിക്കുക. ഇതിപ്പോൾ അവൻ്റെ സത്യം കൂടി പുറത്ത് വന്നല്ലോ, ഓൻ നന്മ കളിച്ചിട്ട് ഇതാക്കില്ല. അങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ആരും അങ്ങനെ നന്മ കളിച്ചുകൊണ്ട് പോകണ്ട. ഓൻ്റെ റിയൽ ഫേസ് അങ്ങനെ കാണിക്കണം. ഒന്നാമത് അത് റിയൽ അല്ലടാ. അതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ പറയടാ. അതിന് ഫുൾ വീഡിയോ ഇല്ലടാ, മനസ്സിലായോ? അതിന് ഫുൾ വീഡിയോ ഇല്ല. അതാ ഫസ്റ്റത്തെ കാര്യം. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ വല്ലാത്തൊരു കാര്യം മനസ്സിലാക്കി. ഈ ലോകത്ത് പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും, മനസ്സിലാ? കേരളത്തിലല്ല, തമിഴ്നാട്ടിലല്ല, ഈ ലോകത്ത് ഇന്ത്യ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ലോകത്ത് പൈസ ഉണ്ടെങ്കിൽ എന്ത് പരിപാടിയും നടക്കും, മനസ്സിലാ? പൈസ ഇല്ലാണ്ട് നമ്മൾ ഈ പൈസ ഉള്ള ആൾക്കാരെ ഇതാക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായി. ആ സത്യം എനിക്ക് മനസ്സിലായി. പൈസ ഇല്ലാണ്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ എപ്പം വേണമെങ്കിൽ ഒന്നിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ, ഒന്നിക്ക് ഇപ്പം തന്നെ ഇപ്പോൾ ചിലപ്പം വന്ന് പൊക്കും, അല്ലെങ്കിൽ നാളെ. അപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് എന്നെ പൊക്കാത്തിടത്തോളം കാലം ഞാൻ ലൈവ് ചെയ്യും. പൊക്കാത്തിടത്തോളം കാലം ഞാൻ രാത്രി 10 മണിക്ക് കിക്കിൽ ലൈവ് ചെയ്യും. പോലീസ് വിളിച്ചോ? അതിനിടെ ഫോണും ഇതെല്ലാം സ്വിച്ച് ഓഫ് ആവും. എല്ലാം ഇതാക്കി അപ്പാട് ഇതാവും. പറ്റുന്നത്ര രക്ഷപ്പെടാൻ പറ്റുന്നത്ര ജീവനും കൊണ്ട് രക്ഷപ്പെടാന്നുള്ള. സ്ഥലം എവിടെയാ? സ്നാപ്പ് ആയിട്ട് പിടിച്ചു കൊടുക്കാനല്ലടാ. 1000 ശത്രുവിന് എന്താ? ഹൂ ടേക്ക് ദ വീഡിയോ? എടാ ആ വീഡിയോ എടുത്തോ തൊപ്പി, അല്ലെങ്കിൽ റാംബോ. ഇവരല്ലാണ്ട് ഒരിക്കലും വേറെ ആരും ആ വീഡിയോ എടുക്കില്ല. അപ്പം ഇവരിതിനെ സപ്പോർട്ട് ചെയ്യായിരുന്നോ ചെയ്തത്? ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ, ഒന്നാമത് ഉമ്മ സത്യമായിട്ട് അങ്ങനെയല്ല. ഇനിയിപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവരതിനെ സപ്പോർട്ട് ചെയ്യായിരുന്നോ ചെയ്തത്? എടാ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കിയാൽ പോരെടാ. ലൈവിൽ സൂയിസൈഡ് ചെയ്യും നിങ്ങൾക്ക്. വൈ ആർ യു സ്കെയറിങ് ബ്രോ? എടാ ബ്രോ ഒന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? എന്തൊക്കെയാ നടക്കുന്നതൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നല്ലേ? ഞാനും എല്ലാം അറിയില്ല. ഇങ്ങനെ കുറേ ഇതുണ്ട് അതുണ്ട് എന്നറിയാം. എന്തൊക്കെയാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല, മനസ്സിലാ? ജയിൽ സ്ട്രീം ചെയ്യാനോ? ജയിലിലല്ല എങ്ങനെയാടാ സ്ട്രീം ചെയ്യല്? എന്താടാ പറയുന്നത്? ബിലീവ് ഇൻ യുവർ സെൽഫ് ബ്രോ. എനിക്ക് എന്നതിൽ വിശ്വാസം ഉണ്ടടാ. പക്ഷെ ആരും നിങ്ങൾ കണ്ടോ ബ്രദർ? സത്യം എന്തായാലും പുറത്തു വരും, മനസ്സിലാ? സത്യം എന്തായാലും പുറത്തു വരും. അത് കണ്ടോ? അങ്ങനെ മാത്രമേ ഇത് തെളിയൂ. സത്യം പുറത്തു വരും. നമ്മളെല്ലാം എന്തെങ്കിലും ഇതാക്കിയാലും ആരാണ് ഇത് എന്നുള്ളത് എന്തായാലും സത്യം പുറത്തു വരും. നീ കേസ് കൊടുത്തോ? ഇല്ല, അതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലാ? അതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തിനാ നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? ഓക്കെ, പൈസ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ആർക്കും എന്തും ചെയ്യാം. അത് ബ്രോക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ടറിയോ? ബ്രോ ഈ പറഞ്ഞ ഇത് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാത്തതുകൊണ്ടാണ് ബ്രോക്ക് മനസ്സിലാകാത്തത്. പൈസ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നടക്കും. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി,
പൈസ ഇല്ലാണ്ട് ഈ ലോകത്ത് ഒന്നും നടക്കില്ല. ആരും കൂടെ ഉണ്ടാവില്ല. ആരും കൂടെ ഉണ്ടാവില്ല. അത് മോനെ ഇത് ഇത് കുറിച്ച് വെച്ചോ. പൈസ ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പട്ടീനെ പോലെ മരിക്കേണ്ടി വരും. മനസ്സിലാ? പട്ടീനെ പോലെ മരിക്കേണ്ടി വരും. പൈസ ഉള്ളവന് ഇവിടെ എന്തും ചെയ്യാം, എന്തും ആക്കാം, പക്ഷെ ഒന്നും സംഭവിക്കില്ല. രാജാവിനെ പോലെ മരിക്കാം. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും. നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരാണ്ടിരിക്കട്ടെ. അത് ഞാൻ പറയാം. അനാൻഷാടെ വീഡിയോ കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇതാണോ? അല്ലോ, ഇനി കോപ്പിറൈറ്റ് കിട്ടോടാ. കോപ്പിറൈറ്റ് കിട്ടും. എനിക്ക് പേടിയാന്ന് പത്തേ. എനിക്ക് മനസ്സിലാ, എനിക്ക് പേടിയാ. മനസ്സിലാ? ഞാൻ എന്താ ലോകത്തിൽ നടക്കാന്നുള്ള എനിക്കറിയില്ല. ഡെക് ടെസ്റ്റ് എന്തായി ബ്രോ അത് വാങ്ങാൻ പോകണമെങ്കിലും അത് ഇതാക്കാൻ പോലും എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മനസ്സിലായി? എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ ഹെഡ്ഫോൺ ഉണ്ട്, കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, ഒരു ചെറിയ വെബ് ക്യാം ഉണ്ട്, ഒരു കട്ട ഉണ്ട്, ഒരു മോണിറ്റർ ഉണ്ട്, 2 ഇതും കൊണ്ട് ഇതും ഒരു പെട്ടിയിലാക്കി ഞാൻ ഇറങ്ങി ഓർഡർ ചെയ്തത്. മനസ്സിലാ? എന്നിട്ട് എങ്ങനെയല്ലോ ആയിട്ടൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥലവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എന്നെ പൊക്കും. എന്തായാലും ഇന്നോ നാളെ ആയിട്ട് എന്നെ പൊക്കും. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ വക്കീലിനെ വെച്ച് വാദിക്കാൻ, വക്കീലിന് കൊടുക്കാനുള്ള പൈസ ഇല്ല, ഇതിനുള്ള ഇതില്ല. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെയുള്ള ഉമ്മാൻ്റെ പണയം വെച്ച് വാങ്ങിയ ഈ സാധനങ്ങൾ മാത്രമാണ്. ഇത് ഒരിക്കലും കൊടുക്കരുത് എന്നുള്ള ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതും കൊണ്ട് ഞാൻ ഓടിയതാണ്. മനസ്സിലാ? എന്താ ബ്രോ കമ്പാക്ക് വരുവാണെങ്കിൽ ഒരിക്കലും തൊപ്പി 2 ആകരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. ജാസി എവിടെയാടാ? എല്ലാവരും പോയടാ. എല്ലാവരും ഇതായി. കോപ്പിറൈറ്റ് കിക്കിൽ നോ കോപ്പിറൈറ്റ്. ഒന്നും കാണാൻ കഴിയുന്നില്ല. ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്തെല്ലാം സംഭവടാ. ജി ടി കയറിയിട്ട് എന്താക്കാനാ? ഞാൻ കയറാം. ഇപ്പം എന്തായാലും എന്നെ പൊക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ പൊക്കും. നാളെ കയറാം. തൊപ്പി ഓൾസോ ഡിലീറ്റിങ് മെനി ലൈവ്സ്. ഓന് പല ലൈവിലും പല ഇതും ഇതാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവും. സൂയിസൈഡ് എന്താ ഇപ്പം ഞാൻ ചെയ്യണം? അപ്പം നിങ്ങൾക്ക് സമാധാനമാവോ? നമുക്ക് കാണാം ഗൈസ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ നിയമം ഇത് വിശ്വാസമുണ്ടോ? നിയമത്തിൽ വിശ്വാസമുണ്ടോ? അതിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? അതിലുണ്ടോ? അതിലുണ്ടോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഒന്ന് പറ. GTA കയറും സെറ്റാകും. നമുക്ക് കയറാം. വെയിറ്റ് ആക്ക്. അതിൽ വിശ്വാസമുണ്ടോ? യെസ് നോ യെസ് നോ. എന്നാൽ പിന്നെ നിങ്ങൾ അത് നോക്ക്. അതിൽ ഞാനാണ് തെറ്റുകാരനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനാണ് കുറ്റക്കാരൻ. പക്ഷെ എന്നാലും എടാ അതിൽ കുറേ കാര്യങ്ങൾ ഉണ്ടടാ. ഈ പൈസ, വക്കീൽ, ഞാൻ ഇതെല്ലാം ഇപ്പം ഈ അടുത്താണ് ഈ സംഭവങ്ങൾ അറിയുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ വക്കീലിനെ വെക്കണം, വക്കീലിനെ ഇങ്ങനെ കൊടുക്കണം, അതും അങ്ങനത്തെ വക്കീലിനെ വെക്കണം. അത് പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റും. അതുകൊണ്ട് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കോടതിക്ക് അങ്ങനെ തൊപ്പി ഷമീർ എന്നൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് ന്യായം അനുസരിച്ച് ചെയ്യും. കോടതി സത്യം വാങ്ങി തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയില്ല. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. മനസ്സിലാ? ഒന്നും ചെയ്യാൻ കഴിയില്ല. അറിയില്ല ബ്രദർ, അറിയില്ല. എന്താ ഈ ലോകത്ത് നടക്കാൻ പോകുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല ബ്രദർ. എന്നെക്കാളുള്ളവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കാനല്ല പോലീസ് എന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലാ? ബാക്കി ഈ പറഞ്ഞ വക്കീൽ ഇതെല്ലാം മറ്റേ റിമൂവ് ടാഗ് ഞാൻ ലൈവിൻ്റെ ഫസ്റ്റിൽ തന്നെ ഞാൻ കാണിച്ചു. ടാഗ് റിമൂവ് ചെയ്യാൻ പറ്റൂല. മനസ്സിലാ? എനിക്ക് നിങ്ങളെല്ലാവരെയും ബോധിപ്പിക്കണമെന്നോ ഇതാക്കണമെന്നോ ഒന്നും എനിക്കില്ല. GTA 1 ലാസ്റ്റ് ഡാൻസോ?
എവറിത്തിങ് വിൽ ബി ഓക്കെ ഇൻ ദ എൻഡ്, ഇഫ് ഇറ്റ്സ് നോട്ട് ഓക്കെ ഇറ്റ്സ് നോട്ട് ദ എൻഡ്. അങ്ങനെല്ലാം പറഞ്ഞ എന്താ ആശ്വസിക്കാടാ, മനസ്സിലായോ? അങ്ങനെയെല്ലാം പറഞ്ഞ ആശ്വസിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആശ്വസിക്കാം. വേറൊരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പല വാക്കുകളും പറഞ്ഞ് സ്വയം ആശ്വസിക്കാന്നല്ലാണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ എന്താവുമെന്നോ എനിക്കറിയില്ല. നിന്നെ പിടിക്കും, എനിക്കറിയാം എന്നെ പിടിക്കുമെന്നുള്ള കാര്യം, എനിക്കറിയാം എന്നെ പിടിക്കുമെന്നുള്ള കാര്യം, മനസ്സിലായോ? ഇപ്പോൾ GTA ഒന്നും കയറണ്ട, എല്ലാം ഒന്നും ഒതുങ്ങട്ടെ. എന്തൊതുങ്ങാൻ ബ്രദർ? ഒന്നും ഒതുങ്ങാനില്ല. എന്തായാലും ജയിലിൽ പോകും, എന്തായാലും ജയിലിൽ പോകും. പോകുന്നവരെങ്കിലും ലൈവ് ഇടാം, മനസ്സിലായോ? പോകുന്നവരെങ്കിലും ലൈവ് ഇടാം, അല്ലാണ്ട് എന്താ ചെയ്യണ്ടേ? വേറെ എന്താ? ഇതെല്ലാം വീടെല്ലാം തുടങ്ങി. അപ്പം ബാലൻസ് 40. എനിക്കിനിപ്പോൾ ഈ ബാലൻസ് 40 ബാലൻസ് 60 ഒന്നും ഞാൻ ഉള്ള സത്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ കിട്ടുന്നത് മൊത്തം ഇതാടാ, മനസ്സിലായോ? ബ്രോ കംബാക്ക് ഉണ്ടോ? എന്താ ബ്രോ കംബാക്ക് ചെയ്യണ്ടോ? എന്താ ജയിലിൽ പോക്കാന്നോ കംബാക്ക്? എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തിരിയുന്നില്ല, ഇല്ല. ഇങ്ങനെ നിങ്ങൾക്കൊരു സാഡ് ഇത് തരാനല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എൻ്റെ അവസ്ഥ എങ്ങനെയാ, മനസ്സിലായോ? വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നിക്ക് ആത്മഹത്യ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റേഷനിൽ പോവാ. ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പോയിട്ട് വരുമ്പോൾ കാണാം. പോയിട്ട് സൂയിസൈഡ് ഈസ് ബെറ്റർ, ഡു ഇറ്റ്. ജയിലിൽ പോയി. എടാ എന്താടാ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ജയിലിൽ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നേവരെ അതിൻ്റെ അകം കണ്ടിട്ടില്ല. സിനിമയിൽ കാണുന്നല്ലാണ്ട് ഈ ജയിൽ എന്താണെന്നോ ഇതെന്താണെന്നോ ഒന്നും അറിയില്ല, മനസ്സിലായോ? ഇതെല്ലാം ഇങ്ങനെ സിനിമയിൽ കാണുന്നല്ലാണ്ട് ഈ ജയിൽ എന്താണെന്നോ ഇതെന്താണെന്നോ ഒന്നും അറിയില്ല മുത്ത്. ഇതെല്ലാം ഇങ്ങനെ കാണുന്നല്ലാണ്ട്, ഇങ്ങനെ കാണുമ്പോൾ സിനിമയിൽ ഇതെല്ലാം കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, അല്ലെങ്കിൽ പോയ ആൾക്കാരെല്ലാം ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുന്നല്ലാണ്ട് ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്, എന്താ ഈ ജയില്, ഇതൊന്നും അറിയില്ല, മനസ്സിലായോ? നീ ജയിലിൽ പോകുന്നവരെ ലൈവിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ വെച്ച് വാദിക്ക്. അത് തന്നെയാണ് ഇതാക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ വക്കീലിനോ ആർക്കെങ്കിലും പൈസ കൊടുക്കാണ്ട് നിന്നാൽ ഞാൻ എന്തായാലും ജയിലിൽ പോകും. അപ്പം അത് അങ്ങനെയെങ്കിലും 2 റുപ്യ കൊടുത്തിട്ട്, മനസ്സിലായോ? വക്കീൽ വാദിച്ചിട്ടെങ്കിലും സത്യം എൻ്റെ ഭാഗത്തായിക്കൊണ്ട് ജയിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം, മനസ്സിലായോ? നീ ബ്രോ ഡ്രഗ് ഉപയോഗിച്ചത് പ്രൂഫില്ലല്ലോ. പ്രൂഫില്ല, അതാ ഞാൻ പറയടാ. അലിഗേഷൻസും തെറ്റായ കാര്യങ്ങളും മാത്രമേ ഉള്ളൂടാ. എന്താടാ എൻ്റെ എതിരെയുള്ള പ്രൂഫ്? എന്താടാ എൻ്റെ എതിരെയുള്ള പ്രൂഫ്? ഞാൻ പ്രൈവറ്റ് ആയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് എടുത്തിട്ട് അതിനെ വായ കൊണ്ട് പറഞ്ഞിട്ട് അതിനെ ഞാനും ഇവനും കുണ്ടനാന്ന് പറഞ്ഞ് അങ്ങ് സമൂഹത്തിൽ ഇതാക്കിയതാണോ ഈ പറഞ്ഞ പ്രൂഫ് എന്ന് പറയുന്നത്? അതാണോ അവൻ്റെ പ്രൂഫ്? ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ കാണിച്ച്, എന്തെല്ലാം അവൻ്റെ ഈ പറഞ്ഞ റിയൽ ഫേസസ് ഞാൻ കാണിച്ച്, ഓൻ എന്താന്നുള്ളത്, എന്തെല്ലാം ഇതാ ചെയ്യുന്നതെന്നുള്ളത് എന്തെല്ലാം ഞാൻ കാണിച്ച്. ഓഡിയോ റെക്കോർഡ്, വീഡിയോ എല്ലാം ഞാൻ കാണിച്ചില്ലേ? എല്ലാം ഞാൻ കാണിച്ചില്ലേ? മനസ്സിലായി? എൻ്റെ എന്താ ഓനെ ഇതാക്കിയത്? ഞാൻ ഒരു ഇത് കണ്ട് ഞാൻ ചെയ്യുന്നത് എടുത്തിട്ട് അന്നെ സ്വയം ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്ത് അവരെ ഏറ്റുപിടിച്ച് ഞാൻ മൂഞ്ചണം, മനസ്സിലായി? അതാണ് അവൻ ചെയ്തത്. അതിൻ്റെ പിറ്റേ ദിവസം അവന് ആളെ വിട്ടല്ലോ, സെറ്റിൽമെൻറ്റിന് അവന് ആളെ വിട്ടല്ലോ. എത്രയെന്ന് വെച്ചാൽ തരാൻ. ഞാൻ പറഞ്ഞു ഇല്ല ബ്രോ, പൈസ വേണ്ട, മനസ്സിലായോ? ഇത് പൈസക്ക് വേണ്ടിയിട്ട് ഉള്ളതല്ല. നമ്മളെ ഇങ്ങനെ ഈ അവസ്ഥയിലാക്കിയിട്ട് നന്മ വരെ കളിച്ചിട്ട് നമ്മളെ ഇതാക്കിയിട്ട് പൈസ ഉണ്ടെന്നും പവർ ഉള്ളതുകൊണ്ടും ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടും മാത്രം നമ്മളെ ഇതാക്കാന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നടക്കൂല, മനസ്സിലായോ? സത്യം പുറത്തു വരണം, സത്യം പുറത്തു വരണം. അത് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി വരട്ടെ ബ്രദർ, വരട്ടെ. ജയിലിൽ പോകണോ ജയിലിൽ പോവാം, സത്യം പുറത്തു വരണം, അത്ര മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ആരുടെ ഭാഗത്തായാലും, എൻ്റെ ഭാഗത്തായാലും മോൻ്റെ ഭാഗത്തായാലും, ഇത് ഞാൻ ഫസ്റ്റ് ഡേ മുതൽ ഞാൻ പറയുന്ന കാര്യമാണ്, മനസ്സിലായോ? അതേ പറയാനുള്ളൂ. ബാക്കി കുറേ കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല, മനസ്സിലായോ? ബ്രോ വിഷമിക്കല്ല, ഞാൻ കൂടെയുണ്ട്. അബ്ദു 1225. എന്നിട്ട് നിങ്ങളെല്ലാം പറയുന്നത് എന്താ പറയുക? സൂയിസൈഡ് ചെയ്യുന്നു, സൂയിസൈഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണേണ്ടത് സൂയിസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണേണ്ടത്.
നിങ്ങൾക്ക് ഒന്നും സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ആയി ജീവിച്ചാൽ മതിയായിരുന്നടാ. ഇതിലേക്കൊന്നും ഇറങ്ങണ്ടായിരുന്നു, മനസ്സിലാ? ഇതിലേക്കൊന്നും ഇറങ്ങണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തങ്ങ് പോയാൽ മതിയായിരുന്നടാ. ഏ ചെക്ക് അനാൻഷ ന്യൂ റീൽ. ഇനി ഇൻസ്റ്റ ഒന്നും ഇല്ല മുത്തേ. ഇൻസ്റ്റ എല്ലാം ഞാൻ ഇതാക്കിയിട്ടുള്ള, മനസ്സിലാ? ബ്രോ വാട്ട് അബൌട്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്? ഒന്നിക്ക് സൂയിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ജയിലിൽ പോവാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ട് ഞാൻ തീരുമാനിക്കും, മനസ്സിലാ? അതുവരെ എന്തായാലും ലൈവ് ഉണ്ടാവും. ദയവേത് ഈ സൂയിസൈഡ് ചെയ്യാന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരലടാ. ഞാൻ ചെയ്തു പോകൂടാ, മനസ്സിലാ? അത് പറഞ്ഞാൽ ഒരാളല്ല ഇവിടെ പറയുന്നത്, അത്രയും ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും ബ്രദർ. കാരണം ഞാൻ അങ്ങനെയാണ് എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് അങ്ങനെയാണ്, മനസ്സിലാ? എൻ്റെ മെൻ്റൽ സ്റ്റേറ്റും എൻ്റെ ഫിനാൻഷ്യലി ഉള്ളതാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും മൊത്തത്തിൽ അങ്ങനെയെന്ന് ബ്രോ, മനസ്സിലാ? അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് ചെയ്യും. ഞാൻ എൻഡ് ചെയ്യാം ഗൈസ്. ഞാൻ എന്തായാലും എൻഡ് ചെയ്യാം. എനിക്ക് അധികം എനിക്കൊന്നും സംസാരിക്കാനൊന്നും താല്പര്യമില്ല. കാരണം ഞാൻ വിചാരിച്ചു ഒരാളെങ്കിലും രണ്ടാളെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതും ഉണ്ട് എനിക്ക് തോന്നുന്നില്ലടാ. അതും ഉണ്ട് എനിക്ക് തോന്നുന്നില്ലടാ, മനസ്സിലാ? കാരണം എന്താടാ അതിന് മാത്രം ഞാൻ ചെയ്തത് തെറ്റെന്താടാ? അതിന് മാത്രം ഞാൻ ചെയ്തത് തെറ്റെന്താടാ? പൈസയും പവറും ഉള്ള ഒരുത്തൻ്റെ സത്യം പുറത്ത് കാണിച്ചതാ, അതാണ് ഞാൻ ചെയ്തത് തെറ്റ്. എന്നിട്ടൊരു ഫേക്ക് ഇല്ലാത്തൊരു സാധനവും പൊക്കിപ്പിടിച്ച് വന്നേരം അത് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഓൻ്റെ ഇത് കാണിച്ച അപ്പത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാണ്ടടാ അത് എന്താന്നുള്ളത്. പോളിടും എന്ത്? ഞാൻ സൂയിസൈഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഞാൻ പോളിടണോടാ. സൂയിസൈഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത് പോളിടണം. എന്തൊരവസ്ഥയായിരിക്കടാ ഒരു മനുഷ്യൻ്റെ. ഈ പറഞ്ഞ പോലെ ഫാമിലിയും എല്ലാ സ്ഥലത്തുനിന്ന് കുത്തലും ഇതും കാണുന്നവര്. ബൈ ഗൈസ്, ബൈ. മനസ്സിലാവില്ലടാ, മനസ്സിലാ? ഇതെല്ലാം ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്കിതെന്തായിരിക്കും അറിയാം, എന്തോ നിങ്ങളിതെങ്ങനെ എടുക്കുന്നതോ നിങ്ങൾക്കിതെന്താണെന്നോ എനിക്ക് അറിയില്ല. എനിക്ക് എൻ്റെ മോഡ്സ് എല്ലാം പോയി, മനസ്സിലായി? ഇതിപ്പോൾ AI മോഡാന്ന് ഇടാ എന്തെങ്കിലും ഫിൽട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ AI ആണ് ഇതിപ്പോൾ ചെയ്തിരുന്നത്, മനസ്സിലായി? കുറച്ച് കാലമായിട്ട് ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലുണ്ടായ കുറച്ച് മോഡ്സ് ഉണ്ടായിരുന്നു, അവർ വരെ ഇട്ടിട്ട് പോയി, മനസ്സിലായോ? അവർ വരെ ഇട്ടിട്ട് പോയി. അവരൊന്നും പൈസ ഇതാക്കിയിട്ട് ഒന്നേ ആയിരുന്നില്ല, അവർ വരെ ഇട്ടിട്ട് പോയി. ഇപ്പോൾ ഒരാളില്ല, മനസ്സിലായോ? ഒരാളൊന്നിനും ഒന്ന് ഫുഡ് വാങ്ങിത്തരാനെങ്കിലും ഒരാൾ വരൂല, മനസ്സിലായോ? ഒരാൾ നിൽക്കൂല, മനസ്സിലായോ? നേരിട്ട് പോലീസിൽ പോയി പറയുന്നത്, എടാ പോലീസിൽ പോയാൽ മുത്തേ അവരാദ്യം പിടിച്ചകത്തിടും, മനസ്സിലായി? ആദ്യം പിടിച്ചകത്തിടും, എന്നിട്ടാണ് ബാക്കി ഇതുണ്ടാവും. അകത്തിട്ട് നമ്മളെ വെച്ച് എന്നെ വെച്ചുള്ള എന്തായാലും ന്യൂസാക്കും. എന്തായാലും ചെയ്യും, മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ വാദിക്കാൻ നല്ല വക്കീൽ വേണം, നല്ല ഇത് വേണം, അതിന് പൈസ വേണം, മനസ്സിലായി? അതാണ് ഞാൻ പറയുന്നത്, ഈ ലോകത്ത് പൈസ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂലടാ. പൈസ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല, മനസ്സിലാവും? അതൊക്കെ ആദ്യം മനസ്സിലാക്കണ്ടായിരുന്നടാ, മനസ്സിലാ? ആദ്യം മനസ്സിലാക്കണ്ടായിരുന്നടാ. എന്നിട്ട് സത്യം പുറത്ത് പറയാൻ വരണമായിരുന്നു. അല്ലെങ്കിൽ ഒരാളും ഉണ്ടാവില്ല, മനസ്സിലാ? നിങ്ങൾക്ക് അറിയില്ല ബ്രദർ. ജാസി മമ്മൂക്ക് എവിടെ? ഞാൻ പറഞ്ഞില്ലേ, ജാസി മമ്മു എല്ലാരും പോയടാ, എല്ലാരും പോയി, മനസ്സിലാ? അവർ പോയി എന്ന് പറഞ്ഞാൽ എല്ലാവരും
എല്ലാവർക്കും അവരവരെ കാര്യം നോക്കണ്ടടാ. മനസ്സിലായി? അവർക്കെല്ലാം അങ്ങ് ഒരു ഫോണും കീശയിലിട്ട് പോയാൽ മതി. എൻ്റെ അവസ്ഥ അല്ലല്ലോടാ. എനിക്ക് ഈ പറഞ്ഞ മോണിറ്റർ ഇതെല്ലാം എൻ്റെ ഉമ്മാന്റെ സ്വർണം പണയം വെച്ച് ഞാൻ മേടിച്ചാടാ. അതൊന്നും നമുക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ കഴിയില്ലടാ. മനസ്സിലായി? അതും എടുത്തോണ്ടാടാ ഞാൻ ഓടിയത് റോഡിലൂടെ. മനസ്സിലായി? അതും എടുത്തോണ്ടാ ഞാൻ ഓടിയത്. ഞാൻ ചളിയിൽ പോകാൻ പോയി, അതും എടുത്തോണ്ട് ഞാൻ ഓടിയതാ. കാരണം ബൈ ഗൈസ്, എനിക്കൊന്നും പറയാനില്ല. ബൈ. നാളെയും ലൈവ് വരും. പോലീസ് പിടിക്കുന്നവരെ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നവരെ ഞാൻ ലൈവ് വരും. ലൈവിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ പോലീസ് പിടിക്കുന്നുണ്ടെങ്കിലും ലൈവിൽ എന്നെ പോലീസ് പിടിക്കും. അങ്ങനെ ആട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബാക്കി ബാക്കിയൊന്നും അറിയില്ലടാ. മനസ്സിലാ? ബാക്കിയൊന്നും അറിയില്ല. ബാക്കിയൊന്നും ലൈഫല്ലേ മൊത്തേ, ലൈഫല്ലേ. ഒന്നിക്ക് ജീവിക്കാല്ലേ മരിക്കാം. നോ എൻഡോ. എന്താ എന്താ ഞാൻ ചെയ്യേണ്ട ബ്രദർ? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട ബ്രദർ? എന്താ ഞാൻ ചെയ്യേണ്ട അപ്പൊ? ഏ ഞാൻ ഉറങ്ങി എണീക്കുന്ന എങ്ങനെയാ അറിയോ? ജാസിയും അമ്മും എൻ്റെ കാലുണ്ടല്ലോ, എൻ്റെ കാലില് കണ്ണുനീര് വീണിട്ടാണ് ഞാൻ എണീക്കുന്നത്. മനസ്സിലായി? എൻ്റെ കാലില് കണ്ണുനീര് വന്നിട്ടാണ് ഞാൻ എണീക്കുന്നത്. കാലില് കണ്ണീര് വന്നിട്ടാണ് ഞാൻ എണീക്കുന്നത്. തിരിഞ്ഞോ? ഏ അവരെ ഫോണും അവരേൽ അതല്ലല്ലോ ഉള്ളൂ. അപ്പൊ അതും കൊണ്ട് അവര് പോയി. എൻ്റെ കയ്യിൽ അതല്ലല്ലോടാ. എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ ഇതും കൊണ്ട് ഞാൻ എന്താടാ ചെയ്യണ്ടേ? ആർപ്പിയാ? ആർപ്പി ഇപ്പൊ ചെയ്യാൻ പറ്റില്ലടാ. 1-2 ദിവസം കഴിഞ്ഞ് പോലീസ് പിടിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം. അത് മാത്രമേ പറ്റൂ. മനസ്സിലായോ? അത് മാത്രമേ പറ്റൂ, വേറെ ഒന്നും പറ്റൂല. ഏഹ് ദയവേത് ഈ സൂയിസൈഡ് ചെയ്യാനും പോയി ചാവടാന്ന് പറയുന്ന ആൾക്കാരും ദയവേത് വരില്ല ബ്രദർ. കാരണം ഞാൻ ചെയ്യും ബ്രദർ. ഞാൻ എന്തായാലും ചെയ്യും ബ്രദർ. കാരണം എനിക്ക് ജീവിതത്തിൽ ഇനി ഒന്നുമില്ല. മനസ്സിലാ? എല്ലാം പോയി, എല്ലാം തീർന്നു, എല്ലാം ഇതായി, എല്ലാം എൻഡായി, ജീവിതം എൻഡായി. മനസ്സിലാ? ഇനി ആത്മഹത്യ ചെയ്യാന്നല്ലാണ്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അതാ. മനസ്സിലാ? ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യല. അതാകുമ്പോൾ പിന്നെ ഒന്നും ഇല്ലല്ലോ. ഇത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പം വരണ്ടേ? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്ന്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംഭവിക്കാനില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംഭവിക്കാനില്ല. മനസ്സിലായി? ഇതിപ്പോ ആകെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ട്രസ്റ്റബിൾ ആയിട്ട്. ഓനും ഒരാളുണ്ട്. മനസ്സിലായ? ആ ഒരാളെ ഇതിലാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഓൻ മാത്രമേ ഇപ്പൊ ഉള്ളൂ. മനസ്സിലായി? ആ ഒരാളെ ഇതിലാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അതിപ്പോ ഓനും പേടിയുണ്ട്. ചിലപ്പോ ഓൻ എന്നെ ഇന്ന് ചിലപ്പോ ഇറക്കി വിടാം, എനിക്കറിയില്ല. മനസ്സിലായ? അങ്ങനെയും സംഭവിക്കാം. മനസ്സിലായ? അതുകൊണ്ട് ഏഹ് അവിടെ കുണ്ടയാന്നുള്ള ഒരു തെളിവാടാ. അത് ചെയ്യുന്ന ഒരു തെളിവാടാ. അല്ലാണ്ട് മാസ്റ്റർ ഡേറ്റ് ചെയ്യുമ്പോൾ ആരോ വന്ന് അതും തൊട്ടിട്ട് ഞാൻ അവനെ കൈ അടിച്ച് മാറ്റിയെന്ന്. ഞാൻ ഇതൊന്നും പോടാ മൈരിയെന്നും പറഞ്ഞ് ഞാൻ അവൻ്റെ കൈ അടിച്ച് മാറ്റിയെന്ന്. അതാ വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്ക് ബ്രദർ. ഞാൻ കൈ എടുത്ത് മാറ്റിയത്. അങ്ങനെ ഞാൻ കൈ ഇതാക്കല്ലേ വേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഓനെ ഇടം കൊണ്ടുപോയി ചെയ്യല്ലോ. ഞാൻ ഇതിന് ഫോണിൽ എന്തൊരു കം ടു കുവൈത്ത. ഡിലീറ്റ് ആക്കും ബ്രദർ. ഡിലീറ്റ് ആക്കും. മനസ്സിലായ? ഓൻ്റെ ബാക്കി 40%. ബ്രോ, ഇത്രയും കാണിച്ചിട്ട് എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാ. ഞാൻ എന്തായാലും ഒന്നിക്കല് ഗുണ്ടകളെ കൈകൊണ്ട് ചാവും. ഒന്നിക്കൽ ഗുണ്ടകളെ കൈകൊണ്ട് ഞാൻ ചാവും. അത് ആര് കൊല്ലുമെന്നോ എങ്ങനെ കൊല്ലുമെന്നോ എനിക്കറിയില്ല. ഗുണ്ടകളെ കൈകൊണ്ട് ഞാൻ ചാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പോലീസിൻ്റെ ഇത്, അല്ലെങ്കിൽ സൂയിസൈഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മനുഷ്യന്, ലോകത്തുള്ള ഒരു മനുഷ്യന് ഇനി അങ്ങോട്ട് എനിക്ക് ജീവിക്കാനുള്ള 3 ഓപ്ഷൻസ് ഇതെല്ലാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ വരുന്ന 3 ഓപ്ഷൻസ് ഇതെല്ലാമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഒന്നിക്കൽ മരണം, ഗുണ്ടകൾ വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ ജയിലിലാകുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. ഈ 3 ഓപ്ഷൻസ് ആണ് ഒരാൾക്ക് വരുന്നത്. അത് എന്തിനാ വരുന്നതെന്ന് അറിയോ?
സത്യം ഇതാക്കിയേന്, സത്യം കാണിച്ചേന്, മനസ്സിലായ? എസ്കേപ്പ് ടു നേപ്പാൾ ബ്രോ. നേപ്പാളിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? നേപ്പാളിൽ പോയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, പോലീസ് പിടിക്കട്ടെ, മരിക്കുന്നുണ്ടെങ്കിൽ മരിക്കട്ടെ, അല്ലെ പിന്നെ സൂയിസൈഡ്. ഞാൻ ആലോചിച്ചിട്ട് ഏറ്റവും ബെറ്റർ ഇത് സൂയിസൈഡ് ആയിട്ട് എനിക്ക് തോന്നടാ. ബി സ്ട്രോങ്. നീ പബ്ലിക്കായിട്ടാണ് ഇതൊക്കെ. എടാ ഞാൻ പബ്ലിക്കായിട്ടല്ലല്ലോടാ ചെയ്തത്. ആടെ നടക്കുന്ന കാര്യങ്ങളും ആടെ ഉള്ള എന്തെല്ലാം എന്നെല്ലാം നിനക്കെല്ലാം കാണിച്ചു തന്നിട്ടും ഇതാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒറ്റ കാര്യമുണ്ട്, പോലീസ് വരുന്ന നേരം ഇങ്ങനെ ഇരിക്കാം. വി വിൽ റൈസ്. ഐ ഡോണ്ട് നോ ബ്രദർ, ഐ ഡോണ്ട് നോ. ഞാൻ തീർന്നു, മനസ്സിലാ? ഞാൻ തീർന്ന്. പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും. ഈ വണ്ടേ എന്നെല്ലാം പറഞ്ഞാൽ എനിക്കൊന്ന് ഉള്ളതാ. അത് കാര്യമാണ്. പൈസ ഉണ്ടെങ്കിൽ മണി മാറ്റേഴ്സ് ബ്രദർ, മണി മാറ്റേഴ്സ്. അതിൻ്റെ അപ്പുറത്തോട്ട് ആർക്കും ഒന്നും ഈ ലോകത്തില്ല. മണി മാറ്റേഴ്സ്, വേറെ ഒന്നുമില്ല. അതാ സത്യം. മണി ടോക്സ്. കാര്യം മണി ടോക്സ്. മണി മാത്രമേ ഈ ലോകത്ത് ടോക്ക് ചെയ്യും. വേറെ ഒന്നിനും ഈ ലോകത്ത് ടോക്ക് ചെയ്യാനുള്ള ഇതില്ല. മെൻഷനായിക്കോട്ടെ, നീ എന്ത് വല്ല ഇതായിക്കോട്ടെ, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ, എല്ലാം ആകാം. മണി ടോക്സ്, അത് മാത്രമേ ടോക്ക് ചെയ്യൂ, മനസ്സിലായ? വേറൊന്നും ഈ ലോകത്ത് സംസാരിക്കാൻ പറ്റൂല, മനസ്സിലായ? അതെങ്ങനെ മനസ്സിലാറിയോ ബ്രോക്ക് എന്തൊക്കെ ഒരു അവസ്ഥ വന്ന്, ബ്രോക്ക് എന്തൊക്കെ ഒരു സിറ്റുവേഷൻ വന്ന് ഓരോരോ ആൾക്കാരെ വിളിച്ച് കൂടെ ഉള്ളവരടക്കം ഇതാക്കുമ്പോൾ ബ്രോക്ക് അത് മനസ്സിലാവും. പൈസ മാത്രമേ ബ്രോനെ രക്ഷിക്കൂ, അല്ലെങ്കിൽ പൈസ മാത്രമേ ബ്രോക്ക് വേണ്ടി സംസാരിക്കൂ എന്ന് അന്ന് മനസ്സിലാവും. അന്ന് മാത്രമേ അത് മനസ്സിലാവും. അതെപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെ വരുന്നത് നമുക്കറിയില്ല. പക്ഷെ ജീവിതത്തിൽ പൈസ മാത്രമേ സംസാരിക്കൂ, വേറെ ഒന്നിനും സംസാരിക്കാൻ പറ്റൂല, മനസ്സിലായ? അതൊരു പേപ്പറായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു പേപ്പറായിരിക്കും. ഞാൻ പേപ്പർ അതാണ് മനുഷ്യനെക്കാട്ടി വില അതിനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? മനുഷ്യനെക്കാട്ടി വില ആ പേപ്പറിനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാ ഉണ്ട്. മനുഷ്യനെക്കാട്ടി വില ഈ പറഞ്ഞ പേപ്പറിനുണ്ട്, മനസ്സിലായ? മനുഷ്യനെക്കാട്ടി വില ഈ പൈസ എന്ന് പറഞ്ഞാൽ ആ പേപ്പറിനുണ്ട് ബ്രദർ, മനസ്സിലായ? മണി മാത്രമേ സംസാരിക്കൂ. അതങ്ങനെയാണ്, മനസ്സിലായ? അങ്ങനെയാണ് ഇന്ത്യ, അങ്ങനെയാണ് കേരളം, അങ്ങനെയാണ് ഈ വേൾഡ്. അതെല്ലാം ഈ ലോകത്ത് ഒരാൾക്കും പറയാൻ പറ്റൂല, മനസ്സിലായ? ഇപ്പൊ റിഗ്രറ്റ് അടിക്കുന്നുണ്ടോ? റിഗ്രറ്റ് അല്ല ബ്രദർ, റിഗ്രറ്റ് ഒന്നുമില്ല. സത്യം കാണിച്ചതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല, മനസ്സിലായ? അതിലല്ല എനിക്ക് റിഗ്രറ്റ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, പൈസ ആക്കാണ്ടാണല്ലോ ഞാൻ ഇതിന് നിന്നതെന്നുള്ള ഇതാ. പൈസ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തും ഇതാക്കായിരുന്നു. നിങ്ങൾക്ക് എപ്പെങ്കിലും ഈ പൈസ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഇത് മനസ്സിലാകുന്ന ഒരു ദിവസം വരും. അപ്പം നിങ്ങൾ പൈസ ഉണ്ടാക്കണോടാ. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരോടടക്കം ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരവസ്ഥ വരുമ്പേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പൈസ ഉണ്ടാക്കണോടാ. പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ മോനെ, അത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? പൈസ ഉണ്ടാക്കുക. അല്ലെങ്കിൽ എന്താ അറിയോ? അല്ലെങ്കിൽ തീരും ബ്രദർ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ആർക്കും ഒന്നിനും നമ്മൾ രക്ഷിക്കാൻ പറ്റൂല. അതെങ്ങനെയാണ്? 24 hours ലൈവ് ഇടും. ഇതെന്തായാലും എന്നെ പൊക്കും, മനസ്സിലാ? അതെന്നെ ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും എന്നെ പൊക്കും. അത് നെഗറ്റീവ് സ്വന്തമായിട്ട് പറയില്ല. നെഗറ്റീവ് സ്വന്തമായിട്ട് പറയുന്നതല്ല, ഇതാണ് സത്യം. പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്താ പിന്നെ ചെയ്യേണ്ടത്? ഈ അവസ്ഥയിൽ എനിക്ക് എന്താ വേറെ ചെയ്യാൻ പറ്റുക? ഇപ്പം കുറെ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്ന പറയുന്നടാ. അതെന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലടാ.
24 hours സ്ട്രീം. ഇത് പോലീസ് പിടിക്കുന്ന കാണാനാ? എന്തായാലും പിടിക്കും, അത് ഉറപ്പാ. വെൽക്കം ടു ബിഗ് ബോസോ? എന്താ ബിഗ് ബോസിൽ? ബ്രോ ജീവിച്ച് കാണിക്ക്. ജീവിച്ച് കാണിക്കാന്ന് പറഞ്ഞാ എന്തിനു നിന്നെ പിടിക്കുന്നു? എടാ എന്നെ പിടിച്ച ന്യൂസ് ആക്കാലോ, എന്നെ പിടിച്ച് ന്യൂസ് ആക്കാലോ, അത് തന്നെ വലിയ കാര്യമില്ലേ? ദയവ് ചെയ്ത് ആർക്കും ഷെയർ ചെയ്ത് ഇവിടെ ആളെ കൂട്ടാണ്ടെടുക്കുക. ഒരു 10 ആളെങ്കിൽ 10 ആളിട മതി. ഞങ്ങൾക്ക് സ്വയം പേടിയടിച്ചിട്ടും സ്വയം ഇതായിട്ടും ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ലൈവ് വരുന്നത്. എന്തായാലും ഒന്നിക്ക് ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യും. ഇവിടെ 10 ആളുണ്ടെങ്കിൽ 10 ആളെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. വാട്ട് ഈസ് ആറോജി? ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ എന്തെങ്കിലും ഇടണ്ടേ? ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇടണം എന്ന് വിചാരിച്ചിട്ടതാ, അല്ലാണ്ട് അറിയില്ല അതൊന്നും എന്താ. എന്താണ് ഞാൻ അല്ലെങ്കിൽ ചെയ്ത്? ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ ഇത് വന്നപ്പോൾ പൈസ ചോദിച്ചതോ? അതാണോടാ ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ ഓൻ്റെ ഒറ്റ വീഡിയോ, ഞാൻ ഇന്നേവരെ ഓൻ്റെ ഒറ്റ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. മിനിയാന്ന് കാണിച്ചെന്ന വീഡിയോയിലൊന്നും ഞാൻ എടുത്ത വീഡിയോ ഇല്ല. ഞാൻ ഒറ്റ വീഡിയോ ഓൻ്റെ എടുത്തിട്ടില്ല. ജാസിയാണ് മൊത്തം എടുത്തത്, മനസ്സിലായോ? ജാസിയാണ് മൊത്തം ഈ വീഡിയോ പ്രൂഫ് ഇതെല്ലാം എടുത്തത്. കാരണം ജാസിക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം ഈ പറഞ്ഞ പോലെ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും, മനസ്സിലായോ? ഞാനൊന്നും എടുത്തില്ല. കാരണം ഞാൻ ഇവൻ്റെ കൂടെ ഇങ്ങനെ നടക്കും, ഇതാക്കും. ഞാൻ വിചാരിച്ച അന്നിവൻ ഇതാക്കും, അങ്ങനെ വിചാരിച്ചിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ എനിക്ക് ഉണമെന്നുള്ളത്. ഞാൻ ഒറ്റ വീഡിയോ എടുത്തിട്ടില്ല ബ്രദർ. എൻ്റെ ഉമ്മ തത്തി ഞാൻ എടുത്തിട്ടില്ല ഒന്നും, എതിരായിട്ടോ ഇതായിട്ടോ. എടുക്കണമായിരുന്നു, അതാണ് ചെയ്ത തെറ്റ്. ഇവൻ ചെയ്ത പരിപാടി ഞാൻ ചെയ്യണമായിരുന്നു. അവൻ ചെയ്തിട്ടില്ലതാ. റിയൽ ഓജിയോ? എനിക്ക് അറിയില്ലടാ മുത്തേ, ഇനെന്താകാൻ പോന്നൊന്നും, എന്താവുന്നു ഒന്നും അറിയില്ല. അറിയില്ലടാ, അതാ സത്യം. ലീവ് ഇന്ത്യന്ന് ഇങ്ങനെ ലീവ് ചെയ്യാനാ? എന്താ ഞാൻ ചെയ്യണ്ടേ? എടാ ഒന്നിക്ക് ചെയ്യാനുള്ള ഇത് വേണം, എനർജി എങ്കിലും വേണം. ഇത് ഫുൾ ടൈം ഡിപ്രഷനാടാ, മനസ്സിലാ? കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് എവിടെങ്കിലും ഒളിച്ച് എവിടെങ്കിലും പോയിട്ട് നിൽക്കായിരുന്നു, മനസ്സിലാ? എവിടെങ്കിലും പോയിട്ട് നിന്ന് ഈ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യായിരുന്നു. ഡോണ്ട് മൈൻഡ് നെഗറ്റീവ് കമൻറ്റ്സ്. മങ്കി കയറി എവിടെ കയറാനടാ? കുവൈത്തിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പോകാൻ പറ്റുമെന്ന് പോലും അറിയില്ല. കുറേ അലിഗേഷനും ഇതെല്ലാം എന്തെല്ലോ ഇതാക്കി പോലീസ് അടക്കം ഇത് ന്യൂസ് അടക്കം ഇവർക്കടക്കം ഇതാണ്, മനസ്സിലായോ? എന്തായാലും സത്യം ഒരു നാൾ പുറത്ത് വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ സമാധാനം കിട്ടുമായിരിക്കും. അങ്ങനെ വിചാരിച്ച് നിൽക്കാം, അതേ പറ്റൂ. പക്ഷെ ജീവിക്കണമെങ്കിൽ പൈസ പോലും വേണോടാ. അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടോ, അവൻ എത്ര ആൾ ഇവിടെ നിർത്തിക്കുമെന്ന് പോലും അറിയില്ല. ഓനും വലിയ പൈസ ഉള്ള ആളെന്നല്ല. ഓൻ ചിലപ്പോൾ നാളെ ഇതായി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യോടാ? ഞാൻ എന്താടാ ചെയ്യാ? നേപ്പാളിലല്ലോ. ഞാൻ എന്തായാലും സ്ട്രീം ചെയ്യും ബ്രദർ. കാരണം എനിക്ക് ഏറ്റവും ഈ ലോകത്ത് ഇഷ്ടമുള്ള ഒരേ ഒരു പരിപാടി അതാ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി വരെ ഉപേക്ഷിച്ച് ഞാൻ വന്നത്, മനസ്സിലായോ? അതുകൊണ്ട് അത് ഞാൻ ചെയ്യും, ചത്താലും ശരി. ഇനിയിപ്പോൾ ജയിലിൽ പോയാലും ശരി, ജയിലിൽ നിന്ന് ഇതായാലും ശരി, വന്നാലും ശരി, ഞാൻ സ്ട്രീമിങ് ഞാൻ ചെയ്യും. അത് ഞാൻ നിർത്തൂല.
മനസ്സിലാ? ഞാൻ ഈ പറഞ്ഞ പൈസ എന്താന്നുള്ളത് ഞാൻ ആക്കുകയും ചെയ്യും. മനസ്സിലാ? അതങ്ങ് ആക്കണം ബ്രദർ. കാരണം അതില്ലാണ്ട് ഈ ലോകത്തൊന്നും നടക്കൂല എന്നുള്ള ആ ലോക സത്യം ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു അവസ്ഥയിലാണ് നമുക്ക് മനസ്സിലായി തുടങ്ങിയതല്ല, മനസ്സിലായത്. അല്ല, ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു, അതിന് പറ്റിയില്ല. കാരണം ഒരു മണ്ണബുദ്ധിയായിരുന്നു ഞാൻ സ്വയം. ഏ അതുകൊണ്ട് ബ്രദർ ബ്രദർ സ്ട്രീം ഞാൻ ചെയ്യും, ഞാൻ പൈസ ഉണ്ടാക്കും. മനസ്സിലാ? ഈ പറഞ്ഞ എന്നെ തള്ളി പറഞ്ഞ, എന്നെ കുറ്റം പറഞ്ഞ്, എന്നെ ഊമ്പിച്ചവന്മാരും ഇതാക്കിയ എല്ലാവന്മാരുടെ മുമ്പിൽ ഞാൻ പൈസ ആക്കി കാണിച്ചു കൊടുക്കും ബ്രദർ. അതെങ്ങനെയാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയുന്ന പണി സ്ട്രീമിംഗ് ആണ്. അത് ഞാൻ ചെയ്യും. ഇനിയിപ്പോൾ അത് ചെയ്ത് നടന്നില്ലെങ്കിൽ വേറെ എന്ത് ചെയ്തിട്ടാണെങ്കിൽ, പാത്രം കഴിയിട്ടാണെങ്കിലും ഞാൻ പൈസ ആക്കും ബ്രദർ. കാരണം അതില്ലെങ്കിൽ ഈ ലോകത്തുണ്ടല്ലോ, പട്ടീയുടെ അത്ര പോലും വില ഉണ്ടാവില്ല. മനസ്സിലാവും? പട്ടീൻ്റെ അത്ര പോലും വില ഉണ്ടാവില്ല. ഐ വിൽ ഐ വിൽ റീബിൽഡ് ബ്രദർ. ഐ വിൽ റീബിൽഡ്. റീബിൽഡ് ബ്രിക്ക് ബൈ ബ്രിക്ക്. ഐ വിൽ റീബിൽഡ്. അതെന്തൊക്കെ ആയാലും ശരി, ചത്താലും ശരി. മനസ്സിലാ? ഉള്ള ഓപ്ഷൻസ് അതല്ലേ ഉള്ളൂ. ആകെയുള്ള ഓപ്ഷൻസ് ചാവുക, ഗുണ്ടകളെ കൈകൊണ്ട് മരിക്കുക, ജയിലിൽ പോവുക. ഞാൻ നാലാമതൊരു ഓപ്ഷൻ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. നാലാമതൊരു ഓപ്ഷൻ ഞാൻ ഉണ്ടാക്കിയത് പൈസ ഉണ്ടാക്കുക. പൈസ ഉണ്ടാക്കി ഈ കളിയാക്കിയവന്മാരും ഇതാക്കിയവന്മാരെല്ലാം മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. മനസ്സിലാ? ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അത് മാത്രമേ ഒരു വഴിയുള്ളൂ, വേറൊന്നും വഴിയില്ല. മനസ്സിലാ? അത് മാത്രമേ വഴിയുള്ളൂ, വേറൊന്നും ചെയ്തിട്ടും കാര്യമില്ല. മനസ്സിലാ? അതിനേ കാര്യമുള്ളൂ. അത് ഞാൻ ചെയ്യും. അത് പാത്രം കഴിച്ചിട്ടാണെങ്കിലോ, സ്ട്രീം ചെയ്തിട്ടാണെങ്കിലോ, എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ പൈസ ഇല്ലാണ്ട് ഞാൻ മരിക്കൂല. മനസ്സിലാ? പൈസ ഇല്ലാണ്ട് ഞാൻ മരിക്കൂല. പൈസ ആക്കും ഞാൻ. മനസ്സിലാ? കാരണം അതില്ലാണ്ട് ഈ ലോകത്തൊന്നും നടക്കൂല. അത് ഉറപ്പാ. അതിന് എന്നെ കൊണ്ട് പറ്റുന്ന എന്താണോ അത് ഞാൻ ചെയ്യും. അതെന്തോ എങ്ങനെ ആയിക്കോട്ടെ. ഹോപ്പ് ഹോപ്പ് മനസ്സിലായോ? ആ വേർഡ് നോക്കി വെച്ച ഹോപ്പ്, HOPE. ആ വേർഡിന് ഭയങ്കര ഇതാ. നമ്മൾ ഓരോ ദിവസവും നമ്മളെ ആത്മഹത്യ ഇതല്ലാണ്ട് നമ്മൾ മരിക്കാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരേ ഒരു സാധനം ഹോപ്പാണ്. മനസ്സിലായോ? HOPE. ആ ഒരൊറ്റ സാധനമാണ് നമ്മളെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതില്ലെങ്കിൽ ഒരു സംഭവമില്ല. മനസ്സിലായോ? ഹോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതുണ്ട് എനിക്ക്. മനസ്സിലായോ? അതുകൊണ്ട് എങ്ങനെ ആയാലും ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്താ വെച്ചാൽ കുറ്റം പറയുന്ന ആൾക്കാർ പറഞ്ഞോ ബ്രദർ, നോ പ്രോബ്ലം. മനസ്സിലായോ? നിന്റെ എല്ലാം മുമ്പിലൂടെ ഞാൻ നടക്കും. നീയെല്ലാം ഇടാ ഞാൻ മരിക്കുന്ന കാണാനും എന്നെ പോലീസ് പിടിക്കുന്ന കാണാനും വന്നാന്ന് നമുക്ക് അറിയാടാ. മനസ്സിലായോ? എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ. നമുക്കറിയാം ഇവൻ മരിക്കോ, ഇവൻ സൂയിസൈഡ് ചെയ്യോ, ഇവനെ പോലീസ് പിടിക്കോ, ഇത് കാണാൻ വേണ്ടി മാത്രം നീയെല്ലാം വന്നതെന്ന് അറിയാം. മനസ്സിലായോ? നീയെല്ലാം അതിനെ വരുമെന്ന് നമുക്കറിയാം. കണ്ടോ? കം ബാക്ക് സ്ട്രോങ്ങർ ആസ് എ സ്ട്രീമർ. ഐ വിൽ ബ്രദർ, ഐ വിൽ. മനസ്സിലാ? അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെ പിന്നെ മരിക്കാൻ അങ്ങനെ ഞാൻ തീരുമാനിച്ചില്ലടാ. മനസ്സിലാ? നിന്റെ ഒന്നും വാക്ക് കേട്ട് ഞാൻ അങ്ങനെ മരിക്കൂല. മനസ്സിലാ? ഓക്കെ, ഞാൻ എൻ്റെ ചെയ്യാം. ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. എന്താ അറിയില്ല, 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും ചിലപ്പോൾ ഡിപ്രഷൻ അടിക്കും. അറിയില്ല. ബൈ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെയാണ്. ബി സ്ട്രോങ് ബ്രോയുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു തെറ്റുമില്ല, അതൊന്ന് മനസ്സിലാക്കുക. ആകെയുള്ളത് ഒരു വീഡിയോ ലൈക്ക് ആയതിൻ്റെ കളിയാക്കലാണ്. ബാക്കിയൊക്കെ ശരിയാക്കും, അതൊക്കെ മാറും. ഒന്നും ചെയ്യാൻ നിൽക്കരുത്. വി വിൽ വിത്ത് യു. താങ്ക് യു ബ്രദർ. താങ്ക് യു ബ്രദർ. താങ്ക് യു. നിങ്ങളെല്ലാം ഈ വാക്കുണ്ടല്ലോടാ, അത് മതിയടാ. മനസ്സിലാ? നിങ്ങളെല്ലാം ഈ വാക്കുണ്ടല്ലോ, അത് 10, 5, 15 അത് മതിയടാ. മനസ്സിലാ? അത് മതി. പോലീസ് പിടിച്ചാലും എന്തായാലും അത് മതി. ബൈ ഗൈസ്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ചത്തിട്ടില്ലെങ്കിൽ, പോലീസ് പിടിച്ചിട്ടില്ലെങ്കിൽ നാളെ 10 മണിക്ക് ലൈവ് ഉണ്ടാവും, കാണാം. മനസ്സിലാ? ബൈ. നോയിട്ട് പറയല്ല ബ്രദർ, നോയിട്ട് പറയല്ല. കാരണം 2 hours ചെയ്ത് പൈസ ആക്കുക.
പൈസ ആക്കാൻ എനിക്ക് ഇതിൻ്റെ യൂട്യൂബിൽ എനിക്ക് ചെയ്താൽ മതി. എനിക്ക് ഇതിൻ്റെ 3 ഇരട്ടി പൈസ കിട്ടും. കാരണം ഇതിൻ്റെ ഒരു 10 ഇരട്ടി വാച്ചിങ് യൂട്യൂബിൽ വരും. മനസ്സിലാ? പൈസക്കല്ല. ഇവിടെ എന്നെ കാണാൻ വരുന്നവർ എൻ്റെ ഹാർഡ് കോർ സപ്പോർട്ടേഴ്സാണ്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ട് വരുന്നവരാ. മനസ്സിലാ? അവരെന്നെ ഇഷ്ടപ്പെട്ട് വരുന്നവരാ. മനസ്സിലാ? അവരെന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം വരുന്നവരാ. അപ്പോൾ അവർ കണ്ടാൽ മതി, അവർ വിശ്വസിച്ചാൽ മതി. മനസ്സിലാ? ബാക്കി ഒരു കുണ്ണയും വിശ്വസിക്കണം എന്നില്ല. മനസ്സിലാ? അത്രേ ഉള്ളൂ. ബാക്കി നാളെ കാണാം ബ്രദർ. നാളെ ജീവനോടുണ്ടെങ്കിൽ കാണാം. നിങ്ങൾ മതിയടാ കൂടാ. മനസ്സിലാ? അത് മതി, ബാക്കി കാണാം എന്തായാലും. ശരി, അപ്പോൾ ബൈ, ലവ് യു.